വെൽക്കം ടു അനൂസ് കിച്ചൺ. ഈ മാമ്പഴക്കാലത്ത് മാമ്പഴം കൊണ്ടുള്ള ഒരു സ്വീറ്റ് ഡെസേർട്ട് ആയാലോ? ഇതിലേക്കായി നന്നായി പഴുത്ത ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കണം. തുടർന്നൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഒരു 1/2 ലിറ്ററോളം വരുന്ന പാലൊഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ സമയം കസ്റ്റാർഡിന്റെ മിക്സ് തയ്യാറാണ്. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് അതിലേക്ക് തണുത്ത പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിശ്രിതം നമുക്ക് ചൂടാക്കിയ പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനിടയിൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇത് തണുക്കാനായി മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത മാങ്ങയുടെ പേസ്റ്റ് ഒരു പാനിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ചെറുതായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്കായി ആദ്യം ഒരു ട്രേയോ ബൗളോ എടുക്കുക. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിന്റെയും കസ്റ്റാർഡ് മിക്സിന്റെയും മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. തുടർന്ന് അരികുകൾ കട്ട് ചെയ്ത ബ്രെഡ് പീസസ് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. തുടർന്ന് വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തുടർന്ന് വീണ്ടും ഒരു ലെയർ ബ്രെഡ് കൂടെ വെക്കാം. അതിന് പുറമെ മാങ്ങയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ ബാക്കി കസ്റ്റാർഡ് മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ടോപ്പ് ലെയറിൽ ചെറിയും മാങ്ങയുടെ പീസസും പിന്നെ നട്ട്സോ ഡേറ്റ്സോ എന്തു വേണോ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്.